ജാതകം നോക്കിയിട്ട് കൃത്യമായിട്ട് അവന്റെ മാനസികാവസ്ഥ ഒരു സെക്യാട്രിസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് അവന്റെ മാനസികാവസ്ഥ ചന്ദ്രനെ വെച്ച് പറയാൻ സാധിക്കും. ഉറപ്പായിട്ടും കണ്ട് ഞാൻ പറയാം, ഉറപ്പ് സാധിക്കും. തീർച്ചയായിട്ടും ചന്ദ്രനെ വച്ചിട്ട് ചന്ദ്ര ഗുളിക ബന്ധം കൊണ്ടോ ചന്ദ്ര സർപ്പ ഇനി ഒരു കാര്യം പറയാം, നമ്മളെ വൃത്തിയാക്കുക പോലെയുള്ള ഒബ്സസീവ് കമ്പൽസീവ് ന്യൂറോസിസ്, OCD മുതലുള്ള രോഗങ്ങളെ ജാതകം നോക്കി ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരാളുടെ ഇന്റർവ്യൂ ചെയ്യണം, നേരിട്ട് പറഞ്ഞുതരാം. അതുപോലെ മെഡിക്കൽ അസ്ട്രോളജിയില് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ 100 കണക്കിന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുക പറഞ്ഞുതരാം. ചന്ദ്ര ശനി ബന്ധം ഒരു ജാതകത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവന് കൈ കഴുകൽ കൂടുതലായിരിക്കും, വൃത്തിബോധം കൂടുതലായിരിക്കും. അതിന് അവനെ ഇന്റർവ്യൂ ചെയ്യണ്ട, നേരെ അങ്ങോട്ട് ചോദിക്കാം. ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാര്യ കക്കൂസി പോയിട്ട് എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഭർത്താവ് പറഞ്ഞു അറിയാൻ പാടില്ലാന്ന്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ആദ്യം എന്നിട്ട് ചെയ്യണ കക്കൂസ് ചുമര് കഴുകും, ചുമര്. അത് കഴിഞ്ഞിട്ട് കമോഡ് കഴുകും, അത് കഴിഞ്ഞിട്ട് ഇരിക്കുള്ളൂ അവിടെ അത്രമാത്രം. എന്നിട്ടൊന്ന് കുളിച്ചിട്ടേ വരുവുള്ളൂ. ഏത് സമയം കൈ കഴുകുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കറിയാം OCD യെ പറ്റി സൈക്യാട്രിസ്റ്റ് അറിയാതിരിക്കില്ല. OCD യെ കുറിച്ചെന്നല്ല, ഒരു മനോരോഗത്തെ കുറിച്ചും ഫലഭാഗ ജ്യോതിഷത്തിൽ ഇല്ല. അങ്ങനെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നതാണ്. ഇവിടെ ആദ്യം പറയാൻ അനുവദിക്കൂ, ദയവായി പറയാൻ അനുവദിക്കൂ. ജ്യോതിഷത്തിൽ അനേക ഹോരാ തത്വജ്ഞ പഞ്ചസിദ്ധാന്ത ഗോവിത 5 സിദ്ധാന്തങ്ങളുണ്ട്. ബ്രഹ്മാവ് തൊട്ട് 18 ആചാര്യന്മാരുണ്ട്. അതിലൊന്നാണ് വരാഹമിഹിരനും ആര്യഭടിയൻ, അതുപോലെ തന്നെ വരരുചി. ഇവരെ പോലുള്ള സയന്റിസ്റ്റുകൾ, ശാസ്ത്രജ്ഞന്മാര്, സിദ്ധന്മാര് കണ്ടെത്തിയതാണ് ഈ ശാസ്ത്രം. ബാബിലോണിയക്കാരൊന്നുമല്ല, ഇത് ഭാരതത്തിന്റെ തനത് ശാസ്ത്രമാണ്. ഇത് ഭാരതത്തിന്റെ ശാസ്ത്രമാണ്. എന്തുകൊണ്ടാണെന്നറിയോ? പ്രശസ്തനായിട്ടുള്ള ഒരു ജ്യോതിഷകാരൻ ഗാർഗൻ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? യവനന്മാർ പ്രായേണ മ്ലേച്ഛന്മാരാണെങ്കിലും ഈ ജ്യോതിഷ ശാസ്ത്രം അവരിൽ ഉറച്ചതുകൊണ്ട് അവരെ നമ്മൾ ഋഷികളായി കണക്കാക്കണം എന്ന് ജ്യോതിഷ ശാസ്ത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പഠിച്ചാൽ മതി. ഗ്രീക്ക് പദങ്ങളുടെ തർജ്ജമയാണ്. ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. കൃതിയാണ്. പ്രസവിക്കാത്ത സ്ത്രീക്ക് പ്രസവ വേദന അറിയത്തില്ല. അതെ, പറയണം. ആക്ഷേപിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.